പക്ഷേ നീലകണ്ഠന്റെ ലോണിന്റെ കാര്യത്തിൽ എനിക്കൊരു ഉത്തരവാദിത്വമുണ്ടല്ലോ. ഇന്നലത്തെ ബാങ്ക് മീറ്റിംഗിൽ വലിയ ഇഷ്യൂ ആയി ഈ കേസ്. ഡയറക്ടർ ബോർഡിന്റെ മുമ്പിൽ ഞാൻ ഇൻവൈറ്റഡ് ആയിരിക്കേണ്ടി വന്നു. അവരെല്ലാം ചോദിക്കുന്നത് എന്ത് ബേസിസിലാണ് ഇത്രയും കാലം ഒരു ആക്ഷനും എടുക്കാത്തതെന്നാണ്. ഞാൻ എന്താ പറയുക, പുതിയ ഭരണം. അറിയാൻ നമ്പ്യാരെ, മുണ്ടയ്ക്കൽ ശേഖരന്റെ കയ്യിലാണെന്നാവും ഈ വീടും പറമ്പും പണയം വെച്ച് ഞാൻ വാങ്ങിച്ച ലോണാണ് അയാളുടെ പ്രശ്നം. അല്ലെങ്കിൽ അതാണല്ലോ അയാളെ ബാങ്കിന്റെ തലപ്പത്ത് വരാൻ പ്രേരിപ്പിച്ച കാര്യം. കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. എത്രയും വേഗം എത്ര രൂപ നമുക്ക് അടയ്ക്കാൻ കഴിയും? കുറച്ച് പണം എന്നാ പിടിച്ചു നിൽക്കാൻ പറ്റും. പണം നിത്യ ചെലവിനുള്ളത് ഭാര്യയുടെയിലുണ്ടാവും. അതിന് മുകളിൽ ഒരു തുക ഞാൻ കണ്ടിട്ട് കാലം കുറെ. നമ്പ്യാരെ, ഈ 500-ന്റെ ഒക്കെ ഒറ്റ നോട്ട് ഇറങ്ങിയിട്ടില്ലേ? ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. നീലകണ്ഠൻ എന്തായി പറയുന്നത്? കാർത്തികനെ വിളിച്ച് കാര്യം പറഞ്ഞാ പോരെ? നിങ്ങൾ ഈ പറയുന്ന 500 കൊണ്ട് അയാളെ ബാങ്കിന്റെ ഹെഡ് ഓഫീസ് മൂടും. ചോദിക്കില്ല, എന്നാലും വാങ്ങിക്കില്ല, അയാളെ അറിയിക്കുകയില്ല. കാരണം ഇത് ഞാൻ അയാൾക്ക് വേണ്ടി ചെലവഴിച്ചതല്ല, ഞാനായിട്ട് വരുത്തി വെച്ച കടമല്ലേ. അപ്പൊ പിന്നെ അറ്റാച്ച്മെന്റ് അല്ലാതെ ഞങ്ങൾക്ക് മറ്റു മാർഗമില്ല. ഇറങ്ങി തരേണ്ടി വരും വിത്തിൻ നോ ടൈം. നമ്പ്യാരെ, പറമ്പിന്റെ തെക്ക് ഭാഗത്ത് എന്റെ ഭാര്യ സംസ്കരിച്ച മണ്ണ. ആ തൊടി ഒഴിവാക്കി ബാക്കി ഭാഗം അറ്റാച്ച് ചെയ്തോളൂ. അവൾ ഉറങ്ങുന്നതിനടുത്തൊരു 6 അടി മണ്ണ് എനിക്ക് വേണം. അത് മതി. അത്രയെങ്കിലും ചെയ്യാൻ കഴിയില്ലേ നിങ്ങളുടെ ബാങ്കിന്? ഇല്ല, ആ പറമ്പും വീടെന്ന് പറഞ്ഞാൽ അത് മുഴുവൻ, അതിൽ നിന്ന് 1 സെന്റ് പോലും വിട്ടുകൊടുക്കാൻ പറ്റില്ല. ലോൺ എടുത്ത തുകയും ഇൻട്രസ്റ്റും കൂടെ കൂട്ടിയ ആ പ്രോപ്പർട്ടിയുടെ ഇപ്പോഴത്തെ മാർക്കറ്റ് റേറ്റിന് അത്രയും വരുന്നില്ല എന്നതാണ് സത്യം. ഒരാൾക്ക് മാത്രം ചില ഇളവുകൾ കൊടുക്കുന്നത് ന്യായമല്ല. സീബ്ര മാച്ചറോട്സ്, KPM ഇൻഡസ്ട്രീസ്, ഇവരെല്ലാം നമ്മൾ ഇതുപോലെ പിടിക്കാൻ പോവാ. ഇത് ബാങ്കിന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാ. ഓടിയെടുത്ത് കടത്തി മുങ്ങി നിൽക്കുന്ന ബാങ്ക് രക്ഷപ്പെടണമോ എന്ന് മാത്രം ഡയറക്ടർ ബോർഡ് തീരുമാനിച്ചാൽ മതി. നമ്പ്യാരുടെ അപേക്ഷ പ്രകാരം നീലകണ്ഠന് കുറച്ചു ദിവസത്തെ അവധി കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. പക്ഷെ അതുകൊണ്ട് കാര്യമില്ലെന്ന് അയാൾ തീർത്തു പറഞ്ഞല്ലോ. ഇതൊക്കെ തന്ത്രമല്ലേ? ആ വീടും പുരയിടും പറ്റ എന്ത് കിട്ടും? അയാള് തലേന്ന് ഒഴിവാക്കാനുള്ള ശ്രമമാണ്. അയാളുടെ മോനെ അറിയില്ലേ, കാർത്തികൻ മോലാളി. അപ്പൊ പണമില്ലാത്ത അല്ലേ പ്രശ്നം? അപ്പൊ വീടും പറമ്പും അറ്റാച്ച് ചെയ്യാൻ തീരുമാനിച്ചു. അതെ. മരണം കാത്തു കഴിഞ്ഞ കാലത്ത് മുഴുവൻ പ്രാർത്ഥന താൻ ഉറങ്ങിക്കിടക്കുമ്പം മരിക്കണമെന്നായിരുന്നു. കഴിഞ്ഞില്ല. താൻ യാത്ര പോലും പറയാതെ പോവുകയും ചെയ്തു. ഇപ്പൊ താൻ ഉറങ്ങിക്കിടക്കുമ്പോ ഞാൻ യാത്ര പറയുക. പടിയിറങ്ങുക നീലകണ്ഠൻ. ഒരേ മണ്ണിൽ അലിഞ്ഞു ചേരാനുള്ള മോഹം കൊണ്ട് ഈ മണ്ണിന് വേണ്ടി കൈനീട്ടി കിട്ടിയില്ല. സാരമില്ലടോ, ഈ മണ്ണിലല്ല താൻ എന്റെ ഉള്ളിലാ ദഹിച്ചത്. എന്റെ നെഞ്ചില്. വരട്ടെടോ, ദേഹമേ യാത്രയാകുന്നുള്ളൂ, ദേഹി എന്നിവിടെ ഉണ്ട്. എവിടേക്കാ വരാമോ? കൈ കിട്ടണത് കൈസഞ്ചിയിൽ എടുക്കാൻ പറഞ്ഞു, എടുത്തു. കൂടെ ഇറങ്ങാൻ പറഞ്ഞു, ഇറങ്ങി. എനിക്കൊന്നും അറിയില്ല. എന്താ അച്ഛാ ഇത്? എല്ലാവരും വിട്ട് എങ്ങോട്ട് പോവാ? പോവാതെ നിവൃത്തിയില്ല. ബാങ്ക് ജപ്തി ചെയ്ത് എന്നെ പഠിപ്പിച്ച് ഡോക്ടറാക്കാൻ വേണ്ടി എടുത്ത ലോണല്ലേ അത്? ഏട്ടന്റെ വീട്ടിലേക്ക് പോയില്ലെന്ന് വാശിയാണെങ്കിൽ ഞങ്ങൾക്കുള്ളൊരു വീട് അവിടെ താമസിച്ചൂടെ അച്ഛനും വാര്യമ്മോനും? സുഹ്ര, നിങ്ങളും കാർത്തികനെ എനിക്കൊരുപോലല്ലേ മോളെ. ആരോടും വാശിയില്ല. ഒരു യാത്രയ്ക്ക് സമയമായി പോകുന്നു, അത്രേ ഉള്ളൂ. നമ്പ്യാർ സാറ് പറഞ്ഞ് കാർത്തികൻ കാര്യങ്ങൾ അറിഞ്ഞത് ഇപ്പോഴാ. പുള്ളിക്കാരൻ വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ ബാംഗ്ലൂരിന്ന്.
എന്നോട് ഉടനെ അച്ഛനുമായി വീട്ടിലേക്ക് പോകാൻ പറഞ്ഞു. ബാക്കിയൊക്കെ പുള്ളി വന്നിട്ട്. ശേഖരനും ഞാനും ബന്ധുക്കളാവാൻ പോകുന്നവരാ. എന്നാലും തന്നെ സഹായിക്കാൻ ഞാൻ എന്നാലാവുന്നതും നോക്കി. കഴിയാഞ്ഞിട്ടാ. ആരോടും പരിഭവമില്ല, ശേഖരനോട് പോലും. പൊയ്ക്കോളൂ. കാർത്തികനോട് പറയൂ അച്ഛനൊരു തീർത്ഥാടനത്തിന് പോയി തിരിച്ചു വന്നിട്ട് കാണാമെന്ന്. വരേ. സാർ ഞാൻ പൊയ്ക്കോളൂ എന്ന് പറഞ്ഞില്ലേ? വരേ. ആ താക്കോൽ കൂട്ടം നമ്പ്യാരെ ഏൽപ്പിച്ചേക്കൂ. സുഹ്റ, മോള് വീട്ടിലേക്ക് പൊയ്ക്കോളൂ. നിക്കടോ. നിന്നെ ഈ പെരുവഴിയിൽ ആളും പടയുമില്ലാതെ തല ചായ്ക്കാൻ ഒരു കൂര പോലും ഇല്ലാത്ത ദരിദ്രനായി കാണാൻ കഴിഞ്ഞല്ലോ. എന്റെ ദൈവങ്ങളെ, ശേഖരൻ സാഷ്ടാംഗം വീണിരിക്കുന്നു. മംഗലശ്ശേരി പേരിന് മുമ്പിൽ കൊമ്പനെ നെറ്റിപ്പട്ടം പോലെ നീ കൊണ്ടു നടന്ന നിന്റെ തറവാട്ട് പേര് ഇനി നിന്റെ കൂടെ ഇല്ല. അത് മാഞ്ഞുപോയി. എടോ, ശേഖര, നിന്റെ ഭാഷയ്ക്ക് ഒരു ശുദ്ധി വന്നിരിക്കുന്നു. മംഗലശ്ശേരി എന്ന പേര് മാഞ്ഞുപോയി. നല്ല പ്രയോഗം. മായണം, മാഞ്ഞു പോണം. പേരും ആഭരണങ്ങളും അടയാള ചിഹ്നങ്ങളും മാഞ്ഞു പോകും. ഒടുവിൽ നഗ്നദേഹമാണ് അഗ്നിയിൽ ദഹിച്ച് ചാരമാവുന്നത്. ഒരു രാജാവും ചെങ്കോലും കിരീടവുമായി പട്ടടയിൽ ഒടുങ്ങിയിട്ടില്ല. നേടിയതും വെട്ടിപ്പിടിച്ചതും ദാനം കിട്ടിയതും വീണു കിട്ടിയതും സ്വപ്നം കണ്ടതും കണ്ണിൽ കണ്ടതും എല്ലാത്തിൻ്റെയും കണക്ക് പുസ്തകവും പിന്നിൽ ഉപേക്ഷിച്ചാണ് പരിത്യാഗത്തിന്റെ യാത്ര. വാനപ്രസ്ഥം തുടങ്ങുക. പ്രാണന്റെ പാതിയായിരുന്നവളെ കൈവിട്ടിട്ടും തുടരുന്ന യാത്രയിൽ വേദന തോന്നാൻ അതിലും വലുതല്ല ശേഖര കല്ലിലും മണ്ണിലും മരത്തിലും പണിത വീട്. പിന്നിട്ട വഴികളിലെങ്ങോ കാലിൽ തറച്ച നീ എന്ന മുള്ളിനെ ഞാൻ എന്നേ മറന്നിരിക്കുന്നു. മുനയൊടിഞ്ഞ ആ പഴയ മുള്ളിന് ഈ വഴിയിൽ എന്നെ കുത്തി നോവിക്കാനാവില്ല. എനിക്ക് നോവില്ല ശേഖര. എന്റെ മേൽ നീ നേടി എന്ന് കരുതുന്നതൊന്നും ജയമല്ലടോ. എന്റെ ഹൃദയത്തിനെ, ആത്മാവിനെ ജയിക്കാൻ മാത്രം കഴിവ് ശേഖരനുണ്ടാകാൻ നീ ജന്മം പലതും ഇനിയും ഇനിയും ജനിക്കേണ്ടിയിരിക്കുന്നു. വഴിമാറാം മുണ്ടക്കൽ ശേഖര. എവിടേക്ക്, എന്തിന്? ഈ രണ്ട് ചോദ്യങ്ങളും ഞാൻ ചോദിക്കണില്ല. പക്ഷേ യാത്ര എന്ന് പറയുമ്പോ കയ്യില് ദമ്പടി വേണ്ടേ? തീവണ്ടി കൂലിയും ശാപ്പാടും. ഭിക്ഷക്കാരുടെ നിഘണ്ടുവില് തീവണ്ടി കൂലിയൊന്നുമില്ലടോ. അപ്പൊ അങ്ങനെയായില്ലേ? എല്ലാം വിട്ടെറിഞ്ഞ് പോകാനിറങ്ങിയ ആളെ തിരിച്ചു വിളിക്കാൻ വന്നതല്ല. വഴി കണ്ട ഒരു വിവരം പറഞ്ഞിട്ട് പോകാന്ന് കരുതി വന്നതാ. കാർത്തികനെ കൊല്ലാൻ ആളെ ഇറക്കിയിരിക്കുന്നു. മുണ്ടച്ചില ശേഖരനും അനന്തരവും രാജേന്ദ്രനും. തടയാനും പിടിക്കാനും ഞങ്ങൾ 2 വയസ്സന്മാർക്ക് പറ്റിയില്ലെങ്കിൽ പോവും മുമ്പ് മോന്റെ കർമ്മങ്ങളും കൂടി ചെയ്തിട്ട് പോയാ മതി. എന്താടോ ഈ പറയണേ? മോനിപ്പോ എവിടെയുണ്ട്? പോയി നോക്കട്ടെ അവിടെ എന്ത് നടന്നു. അറിഞ്ഞ കാര്യം പോണ വഴി ഇവിടെ ധരിപ്പിച്ചു എന്നേ ഉള്ളൂ. വാടാ ദ്രോസേ. കാർത്തികേയൻ എന്ന എന്റെ മകന് വയസ്സ് 3 അല്ല പ്രായം. അവനെ കൊല്ലാൻ ആളിറങ്ങിയിരിക്കുന്നു. നുണ പറയാനും പഠിച്ചിട്ടില്ലടോ ഈ കണ്ട വയസ്സായിട്ടും. ആരുടേതാടോ ഐഡിയ? അവൻ്റെതോ അതോ സ്വയം കൃതിയോ? അപ്പോ അവൻ എത്തി. നന്നായി. എന്താ നീലകണ്ഠ സാറേ, അയാളെ കണ്ടൊന്ന് യാത്ര പറഞ്ഞിട്ട് നമുക്ക് വടക്കോട്ടുള്ള വണ്ടി പിടിക്കാം. എന്താ കാര്യം പറഞ്ഞിട്ട് പോവാന്നേ. സലാമേ, ആ ബാഗൊക്കെ എടുത്തങ്ങോട്ട് വെക്ക. കുറുപ്പേ വാടോ.
ഈശ്വര. ഞാൻ പിടിച്ചോളാം. ഓ, ഇതാ അവിടുന്ന് കൊണ്ടുവന്നതാ. പെരിങ്ങോടൻ ചത്തിട്ട് വർഷങ്ങളായി. അയാളോ? ആ ശബ്ദം, ഇടയ്ക്കയിൽ അതേ കാലം, താളം. ചർച്ചിതമാം നിന്റെ ദ്വാരകാപുരിയെ വിടെ പീലിത്തിളക്കവും കോലക്കുഴൽ പാട്ടും അമ്പാടിപ്പൈക്കളുമെവിടെ ക്രൂരനിഷാദ ശരം കൊണ്ടു നീറുമീ നെഞ്ചിലെന്നാത്മപ്രണാമം പ്രേമസ്വരൂപനാം സ്നേഹസതീർത്ഥ്യൻ അച്ഛനെ ആളെ മനസ്സിലായോ? ഭാര്യയോട് ഞാൻ പറഞ്ഞു, പെരിങ്ങോടന്റെ അതേ ശബ്ദം. ശബ്ദം മാത്രമല്ല, പെരിങ്ങോട് ശങ്കരമാരാരുടെ സൃഷ്ടിയാണ്. അച്ഛനോട് പോലും പറഞ്ഞിട്ടുണ്ടാവില്ല. ഗുരുവായൂരൊരു ബന്ധം ഉണ്ടായിരുന്നു മൂപ്പർക്ക്, അതിലുള്ള പ്രൊഡക്ഷനാ. പേര് ഹരിനാരായണൻ. അച്ഛന്റെ കഴിവ് കിട്ടിയിട്ടുണ്ട്. സ്വഭാവം അതുപോലെ പകർത്തരുത്. അങ്ങനെ നടന്ന ജീവിതതാളം കുട്ടുമ്പ പിഴവ് വരുത്തരുത്. ഏതെങ്കിലും ഒരു മൂർത്തിയുടെ മുമ്പില് കൊട്ടിപ്പാടി സേവിക്കുക. സേവ നടത്തി കുടുംബം പുലർത്താൻ ഇടയ്ക്കേം തൂക്കിച്ചെന്ന് കയറിയപ്പോ ക്ഷേത്ര കമ്മിറ്റിക്കാരന്റെ ചോദ്യം, അമ്മയുടെ ജാതി, കുലം, പിന്നെ അതൊക്കെ തെളിയിക്കാൻ സർട്ടിഫിക്കറ്റും. ഗസറ്റഡ് ഓഫീസറുടെ അറ്റസ്റ്റഡ് കോപ്പി, ദൈവത്തിന്റെ കൊട്ടാരം വിചാരിപ്പുകാരെന്ന് നടിക്കുന്നവരുടെ അന്വേഷണ കമ്മീഷൻ. ആ സമയത്താ എന്റെ കൈ വന്ന് പെടുന്നത്. കയ്യിലൊരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നു. പോണ്ടിച്ചേരിയിൽ എൻ്റെ ഒരു സുഹൃത്തിന്റെ ഡിസ്റ്റിലറി കൊണ്ടാക്കി ഇപ്പൊ സെയിൽസ് മാനേജരാ. ജീവിതം സുഖം. കള്ളുണ്ടാക്കണ സ്ഥലമല്ലേ. ഒരു കുപ്പി സ്പിരിറ്റ്, ഒരു കുപ്പി വെള്ളം, പിന്നെ നിറത്തിനും മണത്തിനും ചേരുവകൾ സ്വല്പം. അങ്ങനെ ബോട്ടിൽ ചെയ്യണ വിദ്യ കണ്ട് മതിയായതുകൊണ്ട് പെരിങ്ങോടന്റെ മോൻ ഇന്നുവരെ ഒരു തുള്ളി കഴിച്ചിട്ടില്ല. അമ്മയൊപ്പുണ്ട്. സാറിന്റെ ദയ കൊണ്ട് അലട്ടില്ലാതെ കഴിഞ്ഞു പോണു. മതി. മനസ്സിലെ സോപാനത്തിൽ നാരായണമൂർത്തിക്ക് കൊട്ടിപ്പാടാം. അത് മതി. വരേ. ഓ, നമുക്ക് വേണ്ട, എന്നെ വിളിക്കണ്ട. എന്റെ യാത്ര ഇവിടെ വെച്ച് തീരുക. ഇനിയുള്ള കാലം ഇവിടെ സുഖമായിട്ട് കഴിയാൻ തീരുമാനിച്ചു ഞാൻ. എനിക്ക് പുണ്യസ്ഥലങ്ങൾ കാണണ്ട. ഞാൻ ചത്തിട്ട് കാർത്തികേയൻ എന്റെ ചിതാഭസ്മം ഗംഗയിൽ കൊണ്ടുപോയി ഒഴുക്കും. എനിക്ക് അത്രയ്ക്കുള്ള പുണ്യം മതി. നിങ്ങളാരാ മുൻ പ്രധാനമന്ത്രിയോ ചിതാഭസ്മം പുഴയിൽ മിക്സ് ചെയ്യേ? വേണ്ട, അത് കുറച്ച് പത്തിരി ഉണ്ടാക്കി നീ നിന്റെ ഉമ്മാക്ക് കൊടുക്ക്. പോളെ, വാരുടെ ബാഗും സാധനങ്ങളും അകത്ത് മുറി കൊണ്ടുവെക്ക്. ഓ, വാരക്ക് AC ഉള്ള മുറി ആയിക്കോട്ടെ, സുഖായിക്കോട്ടെ കാര്യങ്ങള്. എന്ത് പറഞ്ഞാലും ഉണ്ടാവും ഒരു തർക്കുത്തരം. പണം അച്ഛനെ തോൽപ്പിച്ചു തുടങ്ങിയ കാലത്ത് അച്ഛനെ നോവിച്ചുകൊണ്ട് ഞാൻ വീട് വിട്ടുപോയി. വഴി എനിക്ക് തടസ്സമല്ലായിരുന്നു. പണം, കൈനിറയെ പണം കിട്ടാൻ ഞാൻ എന്തും ചെയ്തു. പക്ഷെ ഇന്ന് അത് മാത്രമേ എനിക്ക് കൂട്ടിനുള്ളൂ. കഴിഞ്ഞ 10 വർഷമായി ഞാൻ അനാഥനാണ്. അമ്മ കൂടി നഷ്ടപ്പെട്ട എന്നെ വിട്ട് അച്ഛനെങ്ങും പോകരുത്. മംഗലശ്ശേരിയിൽ അമ്മ തനിച്ചാണ്. ആ മണ്ണ് തിരിച്ചു കിട്ടണം. ആരുടെ കയ്യിൽ നിന്നായാലും ഞാനത് തിരിച്ചു വാങ്ങും. മംഗലശ്ശേരിയുടെ പോമുഖത്ത് എനിക്ക് അച്ഛനെ കാണണം. ഇനിയുള്ള കാലം മുഴുവൻ. സാർ നമസ്കാരം.
രാവിലെ ഞാൻ മിനിസ്റ്ററെ കൊണ്ട് വിളിപ്പിച്ചപ്പോ ശേഖരൻ നമ്പ്യാർ ഒന്ന് മസിൽ പിടിച്ചു. മന്ത്രി മാധവന്റെ നാവിൽ സരസ്വതി വിളയാടി തുടങ്ങിയപ്പോ വന്നോളാമേന്ന് ശേഖരൻ. പോയിടാവുന്നു. ഇതെന്തോ എല്ലാരും ചുറ്റും കൂടി നിൽക്കുന്നത്? ഇതെന്തോന്ന് വെള്ളേ വെള്ളേ ഉജാലയുടെ പരസ്യ? ഓ ഭരണം കിട്ടിയപ്പം പറ പ്രവർത്തകന്മാർ ഇറങ്ങിയിരിക്കുന്നു. പോയിടാ അവിടുന്ന്. ശിവദാസ, ശേഖരൻ നമ്പ്യാർ വന്നോടെ? എത്തി. നമസ്തേ സാർ. ഇടിച്ചവന്റെ ഹൈക്കമാൻഡ് ചളിക്കല്ലേ? എന്നെ ഇടിച്ചില്ലെങ്കിൽ തന്നെ ഞാൻ ഇടിക്കും എന്ന ലൈനിലായിരുന്നു ആ സാറ്. ഡിപ്പാർട്ട്മെന്റ് മുഴുവൻ അയാൾക്ക് ശത്രുക്കളാ. തലപ്പത്തും താഴെ ഒരുമാതിരി എല്ലാവരും ഹാപ്പിയാ. പേഴ്സണലായിട്ട് ഞാനും. ഇരുന്നാട്ടെ. ആ അപ്പൊ ശിവദാസ, എങ്ങനാ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞല്ലോ. മംഗലശ്ശേരി വീട് ലേലത്തിൽ വെക്കുക എത്രയും വേഗം. ബാങ്ക് ലീഗൽ അഡ്വൈസറുമായിട്ട് ചർച്ച നടത്തിയപ്പോ ലേലത്തിൽ വെച്ചുള്ളൊന്നും നിയമമൊന്നും ഇല്ലെന്നാ പറഞ്ഞത്. ബാങ്കിന് പിരിഞ്ഞു കിട്ടേണ്ട തുക പ്രോപ്പർട്ടി ആർക്ക് വേണമെങ്കിലും വിറ്റ് വസൂലാക്കാം. അത് നിയമം. അത് കള. ലേലത്തിൽ വെക്കേണ്ട നിയമം വേറെ പറയുന്നില്ലല്ലോ. കൂടുതൽ വകുപ്പ് നോക്കാതിരിക്കുകയാണ് എല്ലാവർക്കും നല്ലത്. ഇത് ഞാനും മാധവൻ സാർ ഇൻവോൾവ് ആയ കേസാണ്. ഞങ്ങൾ പറയുന്ന പ്രപ്പോസൽ അംഗീകരിച്ചാൽ മതി. മാധവൻ സാറിനെ ധിക്കരിച്ചുകൊണ്ട് ഞങ്ങൾ ഒന്നും ചെയ്യില്ല. പിന്നെ എന്നെയാണോ അവഗണിക്കാൻ പോകുന്നത്? ഭയക്കണം കേട്ടോ. നിങ്ങളുടെ കൈകൊണ്ട് എന്റെ അച്ഛൻ മരിക്കുമ്പോൾ എനിക്ക് എന്റെ അമ്മയുടെ വയറ്റിൽ 3 മാസമാണ് പ്രായം. പിന്നെ ഒന്നിനെക്കോണം വളർന്ന കാലം. ഒരു കൊച്ചു പിച്ചാത്തി കിടക്കപ്പാടടിയിൽ സൂക്ഷിച്ചു വെച്ച് ഉറങ്ങാ നേരം വെളുപ്പിച്ച കുട്ടിക്കാലം മുഴുവൻ നിങ്ങളെ എങ്ങനെ കൊല്ലാം എന്ന് മാത്രമാണ് ഞാൻ ചിന്തിച്ചത്. ആ പിച്ചാത്തി എന്റെ കയ്യിൽ നിന്ന് വാങ്ങി വലിച്ചെറിഞ്ഞ് ജീവിക്കാനും ജീവിച്ച് വിജയിക്കാനും എന്നെ പഠിപ്പിച്ച മംഗലശ്ശേരി നീലകണ്ഠൻ എന്ന വലിയ മനുഷ്യന് വേണ്ടി എനിക്ക് എന്തെങ്കിലും പ്രത്യുപകാരം ചെയ്യാൻ കിട്ടിയ സന്ദർഭമാണിത്. ഞാനത് ചെയ്യും. ശിവദാസ, ഒരു ചോദ്യമേ നമുക്കുള്ളൂ. അതിന്റെ ഉത്തരം 2 ആയാലും അത് പറഞ്ഞിട്ട് ഇവർക്ക് പോകാം. എന്റെ ഞരമ്പിലൂടെ ഓടുന്ന രക്തത്തിന്റെ ശുദ്ധിയിൽ എനിക്ക് സംശയമില്ലാത്തിടത്തോളം ഇവരുടെ ഉത്തരം എന്ത് തന്നെയായിരുന്നാലും വിഷയമാവില്ല. ഞാൻ ആഗ്രഹിക്കുന്ന എനിക്ക് കിട്ടും, വാങ്ങും. ഞാൻ കൊടുക്കേണ്ടി വരുന്നത് പണമോ പൊന്നോ, ഈ നിൽക്കുന്നതിൽ ഒരുത്തന്റെ പ്രാണനായാലും കൊടുക്കേണ്ടടുത്ത് കൊടുത്തിട്ട് വാങ്ങിയിരിക്കും ഞാൻ. നമ്പ്യാരെ, അപ്പോ ലേലത്തീയതി ഉടനെ ഡിക്ലെയർ ചെയ്യുകയല്ലേ? ചെയ്യാം. എങ്കിൽ വേഗം സ്ഥലം വിട്ടോ. എനിക്ക് വേറെ ചില പണികളുണ്ട്. രാജേന്ദ്ര, മന്ത്രി മാധവൻ. ശിവദാസ, കാർത്തിയന് പറ്റിയ ഫീൽഡ് പോളിറ്റിക്സാ. എങ്കിൽ ഇയാളിവിടെ ഷൈൻ ചെയ്ത് ഒരു ഷൈനി വിൽസർ ആയേനെ. മാധവൻ സാർ, താല്പര്യമുള്ളവനാണ് ഞാൻ. ഇവിടെ നമ്മുടെ ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ഒരു സീറ്റ് എരന്ന് വാങ്ങി, പിന്നെ നാട് മുഴുവൻ 2 കൈയും ഒട്ടിച്ചു ചേർത്ത് ചുണ്ടിലൊരു വഷളം ചിരിയും ഫിറ്റ് ചെയ്ത് നിരങ്ങി തുറന്നിരിക്കുന്ന കീശകളിലും മണ്ണാക്കിലും കാശ് തള്ളി തിരികെ കയറ്റി സ്ഥാനലബ്ധി കൈവരുത്തുന്ന കോപ്പിലെ പരിപാടിയല്ല. അങ്ങ് വടക്കൻ മണ്ണിൽ UP-യിലോ ബീഹാറിലോ ജനിച്ചിരുന്നെങ്കിൽ തോക്കിൻ കുഴലിന്റെ മുന്നിൽ ഗ്രാമങ്ങളെ മുഴുവൻ കുനിച്ചു നിർത്തി വോട്ട് ചെയ്യിച്ചും ബൂത്ത് കയ്യേറിയും കത്തിച്ചും കണക്കൊപ്പിച്ചും ജയിച്ചു കയറുന്ന ജമീന്ദാർ രാഷ്ട്രീയ കളരികളിൽ ഇറങ്ങിയത്. ഇന്ത്യ എന്നു പേരുള്ള ദരിദ്ര കർഷകന്റെ ചാളപ്പൊരയുടെ തറ മാന്തി അടുത്ത വിളവിറക്കിനായി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന തിരി വിത്ത് വാരിക്കൊണ്ട് അവലുണ്ടാക്കി തേങ്ങയും ശർക്കരയും കുഴച്ച് തിന്നാൻ. ശേഖരൻ നമ്പ്യാരാൻ കമ്പനി എത്തിയിട്ടുണ്ട്. പോളേട്ടനകത്ത് കയറിയ ഗോവെ കുമാരേട്ടനുണ്ട്. ഞാന് ലേലം നടക്കുന്ന ഹാളിന് വെളിയില്. ചുമ്മാ ഞഞ്ഞാ പിഞ്ഞാ വിളി വേണ്ടെന്ന് പറ പോളേട്ടനോട്. ആരെന്ത് ഫിഗർ വിളിക്കുന്നോ നേരെ ഡബിൾ. സമയമില്ല കളയാൻ. പാലക്കാട് ജില്ല ഒറ്റപ്പാലം താലൂക്ക് ഏഴിലക്കര അംശം ദേശം മംഗലശ്ശേരി മാധവമേനോൻ മകൻ നീലകണ്ഠൻ, വയസ്സ് 67, കൈവശമിരിക്കും വസ്തു മംഗലശ്ശേരി പറമ്പ് 6 ഏക്കർ 47 സെന്റ് ഭൂമി. ആ
നടക്കട്ടെ, ഞാൻ ഉണ്ണിയായിട്ട് കോണ്ടാക്ട് ചെയ്തോളാം. മറ്റേ നാറിയില്ല അവിടെ മാപ്പു മണിയമ്പ്ര പുരുഷു. അതാരും പറഞ്ഞില്ലേ, അവൻ അങ്ങനെ വന്ന് ചാടില്ല. മറ്റേ ദുബായ് ഇഷ്യൂ ഉണ്ണിയുണ്ടാ കുത്തിന് പിടിക്കുന്നറിയാം. CK ടെമ്പേഴ്സിന് മൊയ്തു ഹാജി 20 വിളിച്ചു, ശേഖരൻ നമ്പ്യാർ 5 കൂട്ടി. നമ്മളോ 40 ലക്ഷം. ശേഖരൻ നമ്പ്യാർ 10 കൂട്ടി. പോളേട്ടൻ ജമ്പ് ചെയ്ത് 60. ഇനി ആരും മേലെ പോവില്ല. 60 ലക്ഷം ഉറപ്പിക്കാൻ പോകുന്നു. കൺസീൽഡ് ടെൻഡർ ഒന്നും വന്നില്ലേ? അതൊരു കൺസീൽഡ് ടെൻഡർ ഉണ്ട്, അതുകൂടി നോക്കട്ടെ എന്ന് ബാങ്കിന്റെ ആൾക്കാർ അനുവാദം ചോദിക്കുന്നു. കൺസീൽ ടെൻഡറിലെ ഫിഗർ ഇതിലും കൂടുതലാണെങ്കിൽ എന്താ കാർത്തികേയ പറയുന്നത്? 60 ലക്ഷത്തിന് മേലെ കൺസീൽഡ് ടെൻഡറിൽ വരാൻ എന്താ ചാൻസ് ഉള്ളത്? ശരിയായ വിലയുടെ ഇരട്ടിക്കാ നമ്മളിപ്പോ നിൽക്കുന്നത്. അവന്മാര് പൊട്ടിക്കെട്ടെന്ന് അതിയുമ്മ ആരോ തമാശ കാണിച്ചതാവും. ശരി, മണിയമ്പ്ര രാഘവൻ മകൻ പുരുഷോത്തമൻ സമർപ്പിച്ചിരിക്കുന്ന ഈ കൺസെയിൽ ടെൻഡറിൽ 60,10,000 രൂപയാണ് കാണിച്ചിരിക്കുന്നത്. സോ ലേലം ആ തുകയ്ക്ക് മിസ്റ്റർ പുരുഷോത്തമൻ ഉറപ്പിക്കേണ്ടി വരും. അതെങ്ങനെ ഉറപ്പിക്കാൻ പറ്റും? കൺസീൽ ടെൻഡർ അല്ലേ? ഇത് തന്നെ കൺസീൽ ടെൻഡർ ആണ്. പിന്നെ എല്ലാവർക്കും കൺസീൽ ടെൻഡർ ഓപ്പൺ ടെൻഡർ ഇതെന്തൊരു പരിപാടി? എന്നോ നീ? ഇല്ല, തെറ്റില്ല ലക്ഷ്യം. നിന്റെ വരവിന്റെ വേഗവും താളവും എനിക്ക് കണക്കുണ്ടായിരുന്നതിന്. നിനക്കിന്ന് കണക്കുകൾ തെറ്റിയ ദിവസം അല്ലേ? മൈദീൻ കണ്ണ് റാവുത്തർ ഒരു പഴയ ചങ്ങാതിയാ. ഉള്ള സമ്മാനമാണ്. എഴുത്താണി കത്തിയെന്ന ഇതിനെ പറയാ. കണ്ണും കൈയും ഏകാഗ്രമായാൽ ലക്ഷ്യം കാണും. കഴുത്ത് തുളച്ചു കയറും. ഒരു പൂവിറുക്കുന്ന ലാഘവത്തിൽ ഒരു ജീവൻ. എന്താടോ ഒറ്റുപോയാ താൻ? 100ാം ക്ലാസ് ചെറ്റത്തരം കാട്ടും ശേഖരൻ. അതവന്റെ രക്തത്തിലുള്ളതാ. നീ തോൽക്കില്ലട മോനെ. ആയുധങ്ങളെന്നോ ഉപേക്ഷിച്ച ഞാൻ ഈ എഴുത്താണി കത്തിയുടെ മൂർച്ച നോക്കിയത് നിനക്ക് വേണ്ടിയാണ്. കൂടെ ഞാനുണ്ട്. പുതിയ യുദ്ധമുറകൾ അറിയില്ലെങ്കിലും ഒരു തേരാളിയായി കൂടെ നിൽക്കാം. എന്താ ഇതിനകത്ത് കാര്യം? ഇതിനകത്ത് എന്റെ അമ്മായിയമ്മയുടെ 22 സദ്യ ഉണ്ടാമെന്ന വഴിപറ പന്നപ്പും. അവനെ ഇങ്ങ് വിട്. ഞാൻ അവനെ കണ്ടിരുന്നു, മണിയമ്പ്ര പുരുഷോത്തമനെ. ഓ, എന്താ അയാൾക്ക് വിശേഷം? വിശേഷം ഉണ്ടാക്കി കൊടുക്കാനാ പോയത്. പക്ഷെ അവൻ പറഞ്ഞു അവനെ കൊണ്ട് നിങ്ങൾ വേഷം കെട്ടിച്ചതാണ്. ആണോ? ഇനി നിനക്കെന്താ അറിയേണ്ടത്? ചോദിക്കേ. നമ്പ്യാരെ, അതെനിക്ക് തിരിച്ചു തന്നേക്ക്. മംഗലശ്ശേരി, നിങ്ങൾ പറയുന്നതാണ് വില. ഒരു നാഴി മണ്ണിന് 1 ലക്ഷം ഞാൻ തരും. നിന്റെ കയ്യിൽ പണമുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ അത് മുഴുവനും ഇട്ട് നീ തുലാഭാരം തൂക്കിയാലും
മുണ്ടയ്ക്കൽ ശേഖരൻ കാൽവെച്ച് തട്ടുയരില്ല. മംഗലശ്ശേരി അത് ഞാൻ പൊളിക്കും. അതിന്റെ അസ്ഥിവാരം നിരത്തി ഞാൻ കുഴി കക്കൂസ് കുത്തും. എന്നിട്ട് നാട്ടുകാരെ വിളിച്ച് അങ്ങോട്ട് കാശ് കൊടുത്തിട്ട് കാര്യം സാധിക്കാൻ പറയും. എന്നിട്ട് നിങ്ങളും കുടുംബവും കൂടെ തലയിൽ ചുമന്നുകൊണ്ട് പോകുമായിരിക്കും. അമ്മാതിരി തറപ്പണിക്ക് നിങ്ങൾക്ക് വേറെ സ്ഥലം കിട്ടും. ഇതൊഴിവാക്ക്. എന്റെ അമ്മ അടക്കം ചെയ്ത മണ്ണാണത്. ഓ, അങ്ങനെയൊന്നുണ്ടോ? എങ്കിലാ അസ്ഥിമാടമായിരിക്കും ആദ്യം ഞാൻ കുത്തിപ്പൊളിച്ച് കളയാൻ പോകുന്നത്. ഇല്ല നമ്പ്യാരെ, അതിനായി നിങ്ങൾ ഈ ബാലൻസ് നിൽക്കുന്ന കൈ ഉയർത്തിയാൽ വാഴയില വെട്ടി വിരിച്ച് കാത്തിരിക്കാൻ വീട്ടുകാരോട് പറഞ്ഞിട്ടായിരിക്കണം. ബോഡി അങ്ങ് ചെല്ലും മുണ്ടയ്ക്കൽ ബംഗ്ലാവിലേക്ക്. ആവേശം ഈ പ്രായത്തിൽ നല്ലതല്ല, അതൊരു രോഗലക്ഷണമാണ്. ചിന്തിക്ക്. എന്നിട്ട് എനിക്കൊരു മറുപടി താ. ഇനിയും എന്റെ മുന്നിൽ നീ ഇതും പറഞ്ഞു വന്നാൽ പണ്ട് കുഞ്ഞനന്തനെ കൊന്ന തോക്ക് ഞാൻ എടുക്കും. തോക്കെടുത്തോ, പക്ഷെ തോക്കാൻ വേണ്ടിയാകരുതെന്ന് മാത്രം. ഒറ്റ കയ്യിൽ ഡബിൾ ബാരൽ പൊക്കി എയിം ചെയ്യുന്ന നേരമൊന്നും എനിക്ക് വേണ്ട. ഞാനിങ്ങനെ പൂരത്തിന്റെ സാമ്പിൾ വെടിക്കെട്ട് നടത്തുന്ന പോലെ ഈ 6 അടി 1.5 ഇഞ്ചിൽ സവാരി ഗിരിഗിരി നടത്തും. കടകടകടകടാന്ന്. ഒന്നും രണ്ടും അല്ല, കുറെ ഉണ്ട്. പല സൈസിൽ പല രീതിയിൽ പെടയ്ക്കുന്നത് എന്റെ കയ്യിൽ. കുറച്ച് മണിക്കൂറുകൾ അല്ലെങ്കിൽ ഒരു ദിവസം കാക്കും. പിന്നെ നമ്പ്യാര് വിവരം അറിയും. നീ പോടാ ചെക്ക. ഞാൻ പോകുന്നു. പക്ഷെ ഈ നാക്കുകൊണ്ട് തന്നെ കാർത്തികേയ മോനെ എന്ന് വിളിച്ച് കരയുന്ന ഒരു ദിവസം വരും. അതൊഴിവാക്കാൻ ചിന്തിക്കേ. ഇനി കാണുമ്പോ നിന്റെ മീശ പിരിച്ചിങ്ങനെ മുകളിലോട്ട് വെക്കരുത്. അങ്ങനെ കണ്ടാൽ സീ വിടുവേ. പുരിഞ്ഞതാ മോനെ, ആ പച്ചട്ടിയില് അരി വറക്കരുത്.